വ്യവസ്ഥയും വ്യവസ്ഥയില്ലായ്മയും തമ്മിലുള്ള പ്രമാണം ഒരു അധികപ്പറ്റാണ്. എന്നാലും നമുക്ക് അപ്പം ആ ഒരു എല്ലാവരും പ്രമാണമാണല്ലോ, എല്ലാവരും ഒരു പ്രമാണമാണ്, സ്വയം പ്രമാണമാണ്. അതെ, പ്രമാണം എന്ന് പറയുമ്പോൾ അതാണല്ലോ സ്വയം. പിന്നെ പ്രത്യക്ഷ പ്രമാണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വിഷയത്തെ, അതായത് നമ്മളുടെ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്നതിനെയാണ് പ്രത്യക്ഷ പ്രമാണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിൽ കിട്ടുന്നതും ബുദ്ധിയിലൂടെ എടുക്കുന്നതൊക്കെ പ്രത്യക്ഷ പ്രമാണമാണ്. ഇനി നമ്മളെ അറിയുന്നത്, ഉപാധിയിലൂടെ അറിയുന്നത് പ്രത്യക്ഷ പ്രമാണം. ഇനി നമ്മളെ അറിയാൻ വേണ്ടിയിട്ടൊരു പ്രമാണത്തിൻ്റെ ആവശ്യമില്ല. അല്ല, സ്വയം പ്രമാണമാണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രമാണം. അതെ, ഇപ്പൊ പറഞ്ഞല്ലേ ഇതൊരു അധികപ്പറ്റാണെന്നുള്ളൊരു സാധനം വന്നല്ല. അപ്പൊ എന്നിട്ടും അതിനൊരു ഹോൾഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു സാധനം വേണം എന്നുള്ളൊരു ഭാഗം ഉണ്ടല്ലോ. ആ സ്വപ്രമാണത്തെ മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ ഒരു പ്രമാണത്തിന്റെ പുറകെ പോകണം എന്നുള്ളൊരു താല്പര്യമാണ് എല്ലാവരിലും നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. അതിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതിൻ്റെ കാരണം നമ്മളിത് സ്വപ്രമാണമാകുമ്പോൾ അവനവൻ തന്നെ സ്വയം പ്രമാണമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സ്, ബുദ്ധി ഇങ്ങനെയുള്ള ഉപാധികളിലൂടെയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഉപാധികളിലൂടെയാണ് നമ്മൾക്ക് അനുഭവങ്ങൾ വിഷയങ്ങളിൽ നിന്ന് വരുന്നത്. അപ്പോൾ ആ ഉപാധികളുള്ളപ്പോൾ നമ്മൾക്ക് ചുറ്റുപാടും മറ്റുള്ളവരൊക്കെ ഉണ്ട്. ഉപാധികളിലൂടെ കണ്ടു കിട്ടുന്ന വിഷയങ്ങൾ, അതിനെയാണ് വിഷയം എന്ന് പറയുന്നതല്ലോ, ഇതെന്ന് പറയുന്നത്. അപ്പോൾ ആ വിഷയങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കൽ നമ്മളെ കൂടി അതിലേക്ക് ചേർത്ത് വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ഒരു വിഷയവുമായിട്ട് നമ്മളെ കൂടി ആ വിഷയവുമായി ബന്ധപ്പെടുത്തി ആ വിഷയത്തോട് ചേർത്ത് വെച്ചിട്ട് ആ വിഷയത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ തന്നെ പറയുന്നത്. അപ്പോൾ മനസ്സ് ഒരു വിഷയവുമാണ്, ഉപാധിയുമാണ്. മനസ്സെന്ന ഉപാധിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ, മനസ്സിൻ്റേതായിട്ടുള്ള ധർമ്മം എന്ന് പറയുമ്പോൾ ഒരു വിഷയം അതായിട്ടിരിക്കുന്നതിൻ്റെ നിയമവ്യവസ്ഥയാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ് അതിൻ്റെ ഉദ്ദേശങ്ങൾ? അപ്പോൾ കൈക്കോട്ടിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ കളിക്കുക. അപ്പോൾ അതിൻ്റെ നിയമം അങ്ങനെയാണ്. അപ്പോൾ മനസ്സിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചലനങ്ങൾ, വ്യവഹാരങ്ങൾ, ഇതിനെയൊക്കെ സംവേദനം ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിൻ്റെ വൈകാരികമായിട്ട് അതിനെ അനുഭവിപ്പിക്കാൻ പാകത്തിന് എടുക്കുക എന്നുള്ളതാണ് പ്രമാണം. അനുഭവിപ്പിക്കാൻ പാകത്തിന് വിഷയങ്ങളെ അനുഭവിപ്പിച്ച അതിൽ വ്യവഹാരങ്ങളെ ചമച്ചു വയ്ക്കുന്നത് ആത്മാവാണ്. പക്ഷേ അതിന് ഉതകുന്നതാണ് മനസ്സിൻ്റെ ധർമ്മം. അത്തരം വ്യവഹാരങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നതിന് ആത്മാവിൻ്റെ ഉപാധിയാണ്, ഞാനെന്ന ബോധത്തിൻ്റെ ഉപാധിയാണ് മനസ്സ്. അപ്പോൾ ആ മനസ്സിൻ്റെ വ്യവസ്ഥയിൽ പിന്നെ ഇത് നമ്മൾ സത്യത്തിൽ ഇത് അറിയുന്നില്ല. മനസ്സുമായിട്ട് കലർന്ന് നിൽക്കുമ്പോൾ ഞാനും മനസ്സും രണ്ടാണ് എന്നുള്ളത് അറിയുന്നില്ല. അത് ഞാൻ മനസ്സിൻ്റെ എല്ലാ ഗുണങ്ങളും ചേഷ്ടകളും എന്നിലാണ് എന്നുള്ള നിലയ്ക്കാണ്. അതുകൊണ്ട് ഒരു കൈക്കോട്ട് പൊട്ടിക്കഴിയുമ്പോൾ എനിക്ക് ദുഃഖം ഉണ്ടാകും. കാരണം ആ കൈക്കോട്ടിലാണ് എൻ്റെ ഭാഗമായിട്ട് ആ കൈക്കോട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ കൈക്കോട്ടിന് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു. ആ കൈക്കോട്ട് പൊട്ടി എന്നുള്ളൊരു ദുഃഖാനെ ഞാൻ അതിനെ ആശ്രയിച്ച് നിൽക്കുകയാണ്. എന്നപോലെ മനസ്സിലുണ്ടാവുന്ന ചലനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ചലനങ്ങളിൽ ക്രമമില്ലായ്മ വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന ബോധത്തിനെ തന്നെ അത് ബാധിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് ഇതിനെ ഉപാധി. എന്നാൽ ആ ഉപാധിയിലൂടെ നമ്മൾക്ക് വ്യക്തമായിട്ട് കിട്ടുന്നൊരു സത്യത്തെക്കുറിച്ച് ആ ഉപാധിയിലൂടെ ഇരുന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിനാണ് പ്രത്യക്ഷ പ്രമാണം എന്ന് പറയുന്നത്. ഇപ്പോൾ കേളി. ഇപ്പം ഷാഫിക പറയാണ്, ഇപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ വ്യവസ്ഥ ഇതാണ് കേട്ടോ, അതിന് നിങ്ങൾ ഇന്ന കാരണങ്ങളെ പറയുമ്പോൾ ആത്മാവിന് ഇന്ന ഗുണങ്ങളുണ്ട്, ബോധം ഇന്ന ആകാശതുല്യമാണ്, അത് അസ്പർശമാണ്, അഗ്രാഹ്യമാണ്, അതിന് യാതൊരു ദുഃഖവുമില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്ന സമയത്ത് എൻ്റെ ചെവി, കർണശഷ്കുലി എന്ന് പറയും അതിൽ ആ ഇന്ദ്രിയത്തിൽ. കാരണം അവിടെ ഒരു ആകാശമാണ്, അവിടെ ഇരിക്കുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ ആകാശത്തിലാണ് ഈ ശബ്ദം വന്ന് ഇതായിട്ട് വരുന്നത്. അപ്പോൾ അതിനെ അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന, അതിനെ ഉപാധിയാക്കിയിട്ടാണ് ഞാൻ അതിൽ കിട്ടുന്നത്. അപ്പോൾ അതിലൂടെ കിട്ടുന്നത് പ്രത്യക്ഷ പ്രമാണമാണ്. അപ്പോൾ ഞാൻ നേരിട്ട് കേൾക്കുകയാണ്, അത് പ്രത്യക്ഷ പ്രമാണം. പ്രത്യക്ഷം എന്ന് പറയുമ്പോൾ ഒന്നിനെ ഉപാധിയാക്കിയിട്ട് വിഷയമായിട്ടാണ് വരുന്നത്. വിഷയമായിട്ട് വരുന്നിട്ടാണല്ലോ നിങ്ങളുടെ ശബ്ദം എനിക്ക് വിഷയമാണ്. ഞാനതിനെ മനനം ചെയ്യാൻ, ഗണിക്കാൻ തക്കവണ്ണം അതിനെ
എനിക്ക് കിട്ടുന്ന വിഷയമാണ്. അപ്പോൾ അതൊരു വിഷയമായിട്ട് നൽകുക. ഇനി ആ വിഷയം തന്നെ ഞാൻ ആ വിഷയാകാരം നിങ്ങൾ പറയുന്നൊരു വിഷയത്തെ ഞാനത് ആശയമായിട്ട് എടുക്കുമ്പോൾ എൻ്റെ അന്ധഃകരണം മനസ്സ് ആ വിഷയവുമായി ചേർന്ന് ആ വിഷയാകാരമായിട്ട് നിൽക്കും. അങ്ങനെ ആ വിഷയാകാരമായിട്ട് നിൽക്കുന്നത് തന്നെ നിങ്ങൾ ബോധത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് എൻ്റെ സ്വപ്രമാണവുമാണത്. പിന്നെ അത് എനിക്ക് സ്വപ്രമാണമായിട്ട് വരും. അപ്പോൾ അവിടെ പ്രമാണം മാറിയിട്ട് അപരോക്ഷ പ്രമാണം വരും, നേരിട്ടറിയാം എന്നുള്ളത്. അപ്പോൾ നേരിട്ട് അറിയുന്നതിനെ അത് ആത്മാവിൻ്റെ അപരോക്ഷം എന്ന് പറയും. ഉപാധിയിലൂടെ അറിയുന്നതിനെ പ്രത്യക്ഷ പ്രമാണം എന്ന് പറയും. അതാണ് പുസ്തകം വായിച്ചറിയുന്ന പ്രമാണം പ്രത്യക്ഷ പ്രമാണം. അനുഭവത്തിലൂടെ അറിയുന്നത് സ്വപ്രമാണം, അപരോക്ഷ പ്രമാണം. പരോക്ഷമല്ല, നേരിട്ട് അറിയുന്നത്. അത് ഞാനെന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരുമാണ്. അപ്പോൾ ഈ നേരിട്ട് അറിയാൻ കഴിയാത്തവർക്ക് ഉത്ബോധിപ്പിക്കുന്നതാണ് പ്രത്യക്ഷ പ്രമാണം. അവിടെയാണ് പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും. നേരിട്ട് അറിയാൻ കഴിയാത്ത ഒരാൾക്ക് ഇതെങ്ങനെയാണ് ഹെൽപ്ഫുൾ ആകുക? കാരണം അയാളിലൊരു അനുഭവം വേണമല്ല. അപ്പോഴാണല്ലോ ഈ പുസ്തകം പോലും എടുക്കുമ്പം ഇത് അയാൾക്ക് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റണത്. നേരിട്ട് അറിയാൻ കഴിയായല്ല, ഈ നേരിട്ട് എങ്ങനെയാണ്, നേരിട്ട് ആണല്ലോ എല്ലാം അറിയുന്നത്, നേരിട്ട് തന്നെയാണ് എല്ലാം അറിയുന്നത്. പക്ഷേ ഞാൻ ഈ ഉപാധിയോടാണ് ചേർന്നിരിക്കുന്നതാണ്, ഈ ഉപാധിയും ഞാനും രണ്ടാണെന്നുള്ള തിരിച്ചറിവ് വരുന്നില്ല എന്നേ ഉള്ളൂ. ഉപാധിയും മനസ്സും ഞാനും രണ്ടാണെന്ന് തിരിച്ചറിയുന്നില്ല. മനസ്സിലായി? അപ്പം ഞാൻ ഈ വികാരത്തിൻ്റെ ആകാരത്തിലൂടെ പോവുകയാണ്. അപ്പം ഞാനൊരു പുസ്തകം അവിടെ കാണുകയാണ്. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന ആ പാത്രത്തിലെ ഒരു ദ്വാരം കഴിഞ്ഞാൽ വെള്ളം പുറത്ത് പോയിട്ട് അതെവിടെയാണ് നിൽക്കുന്നത് അവിടെ വ്യാപിച്ച് നിൽക്കും. അതെ, അപ്പോൾ ആ സ്പേസിൽ വ്യാപിച്ച് നിൽക്കും. എന്നതുപോലെ മനസ്സ് ഈ കണ്ണിലൂടെയും ചെവിയിലൂടെയും പോയിട്ട് മുന്നിലിരിക്കുന്ന വസ്തുവാണ്, അത് ആ ആകാരമായിട്ട് പ്രവർത്തിക്കും. എന്ന് പറയുമ്പോൾ ആ ആകാരം എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു എന്നർത്ഥം. അതെ. പുസ്തകം കാണുമ്പോൾ ആ പുസ്തകത്തിൻ്റെ ആകാരം എൻ്റെ ഉള്ളിൽ വന്നു എന്നതുപോലെ വിഷയാകാരമായിട്ടിരിക്കുമ്പോൾ ജ്ഞാനവും അങ്ങനെയാണ്. ആ ജ്ഞാനത്തിൻ്റെ ആകാരം ആയിട്ട് വരും. അങ്ങനെ ജ്ഞാനത്തിൻ്റെ ആകാരമായിട്ട് ഇരിക്കുമ്പോൾ അവിടെ സ്വരൂപം തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. സ്വരൂപത്തെക്കുറിച്ചാണ് അറിയുന്നത്. അപ്പോൾ സ്വരൂപം തന്നെ. അപ്പോൾ സ്വരൂപത്തെ അറിയുന്ന സമയത്ത് എന്ത് ചെയ്യും? മനസ്സ് എന്ന് പറയുന്ന ഉപാധി അവിടെ നിന്ന് മെല്ലെ അപ്രത്യക്ഷമാകും. എന്നിട്ടത് പരോക്ഷമായിട്ട് വരും. വിഷയവും പോലെ. വിഷയവും പോലെ. അപ്പോൾ അങ്ങനെയായിട്ട് വരും. അപ്പോൾ ഈ ഇതിന് ഉപാധിയായിട്ട് നിൽക്കുന്നത് അപ്രത്യക്ഷമാവും. ഈ ഉപാധി അപ്രത്യക്ഷമാവും. കാരണം ഉപാധി അപ്രത്യക്ഷമാവണമെങ്കിൽ ഈ പ്രത്യക്ഷമായിട്ട് സ്വരൂപമാണ് അറിയുന്നത്, സ്വരൂപത്തെയാണ് അറിയുന്നത് എന്നുള്ളത് കൊണ്ട് ആ അറിവിനെ മനനം ചെയ്തെടുക്കുന്ന സമയത്ത് മെല്ലെ മെല്ലെ അത് മനസ്സ് എന്ന് പറഞ്ഞ ഉപാധിയിലും സൂക്ഷ്മമായിട്ട് സ്വയം സ്വരൂപത്തെ തന്നെ അവനവനായിട്ട് മാറും, വ്യക്തമായിട്ട് തീർക്കും, വ്യക്തത വരുത്തും, പ്രകാശമാക്കി സ്വയം പ്രകാശിക്കും. ഈ സ്വയം പ്രകാശിക്കുന്നതിനെ മറന്നുകൊണ്ടാണ് മനസ്സെന്ന ഉപാധിയിൽ നിന്ന് ആ മനസ്സിന് ചേതന നൽകുന്നത് ഞാനാണെന്നറിയാതെ ആ മനസ്സ് സ്വയം ചേതനയുള്ളതാണെന്ന് മനസ്സിലാക്കി ആ മനസ്സിൻ്റെ ചേതനയാണ് എന്നെ പ്രവർത്തിപ്പിക്കുന്നതെന്ന് തെറ്റായിട്ട് ധരിക്കുന്നിടത്താണ് വിഷയമല്ല. ഈ തെറ്റിദ്ധാരണ നീക്കിയല്ലാതെ അപരോക്ഷ പ്രമാണം കിട്ടില്ല, അപരോക്ഷമായിട്ട് അറിയില്ല. അപ്പോൾ ഈ അപ്പോൾ നമ്മൾ കുറച്ചും കൂടി അതിൽ സൂക്ഷ്മത്തിൽ നോക്കുമ്പം അയാൾ എടുത്തിരിക്കുന്നത് വീണ്ടും ഈ പരോക്ഷ പ്രമാണത്തെയാണ് ഞാനായിട്ട് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെയാണ് ഞാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതയാൾക്ക് വിടാൻ